നമസ്കാരം. ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം നമ്മുടെ ജീവിതം വെറും 12 മാസത്തിനുള്ളിൽ സമൂലമായി മാറ്റാൻ ഒരാൾ ആഗ്രഹിച്ചാൽ അത് ശരിക്കും സാധ്യമാണോ എന്ന് പരിശോധിക്കുകയാണ്. ഒരു വർഷം കൊണ്ട് നമ്മുടെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിക്കാൻ കഴിയുമോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റ നോട്ടത്തിൽ ഇത് അസാധ്യമാണെന്ന് തോന്നിയേക്കാം, അല്ലേ? എന്നാൽ നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ആരായിരുന്നാലും ഇത് തികച്ചും സാധ്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 12 മാസം കൊണ്ട് ജീവിതം പുനരാരംഭിക്കുക എന്ന് കേൾക്കുമ്പോൾ പേടി തോന്നാം. പക്ഷേ അതിന് തയ്യാറുള്ള ഏതൊരാൾക്കും ഇത് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ജീവിതത്തിൽ കുടുങ്ങിപ്പോയതായി തോന്നുന്നത് പലർക്കും അനുഭവപ്പെടുന്ന ഒരു സാധാരണ വികാരമാണ്. സ്വന്തമല്ലാത്ത ഒരു ജീവിതത്തിൽ അകപ്പെട്ടുപോയ ഒരവസ്ഥ. ഒരു ലക്ഷ്യബോധമോ വ്യക്തമായ ദിശയോ ഇല്ലാതെ ഓരോ ദിവസവും വെറുതെ തള്ളി നീക്കുന്നതായി തോന്നാം. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ജീവിക്കാൻ കഴിയാത്തതിലുള്ള നിരാശ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടാകാം. നിങ്ങൾക്കായി മറ്റെന്തോ വലുത് കാത്തിരിക്കുന്നുണ്ടെന്നും എന്നാൽ അതെന്താണെന്നോ അത് എങ്ങനെ നേടാമെന്നോ അറിയാതെ നിങ്ങൾ കുഴങ്ങുന്നുണ്ടാകാം. ഈ വികാരങ്ങളെല്ലാം നിങ്ങളെ തളർത്തി കളഞ്ഞേക്കാം. അതുപോലെ നിഷേധാത്മക ചിന്തകളിലേക്കും സ്വയം സംശയത്തിലേക്കുമൊക്കെ വളരെ എളുപ്പത്തിൽ വഴുതി വീഴാനും സാധ്യതയുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ജീവിതത്തിൽ കുടുങ്ങിപ്പോയെന്ന തോന്നൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. നിങ്ങൾ ശരിയായ ദിശയിലല്ല പോകുന്നതെന്നും അതിനാൽ മാറ്റത്തിൻ്റെ പാത സ്വീകരിക്കേണ്ടതുണ്ടെന്നും സൂചിപ്പിക്കുന്ന നിങ്ങളുടെ ആന്തരികമായ ഒരു GPS ആണത്. എന്നാൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നും എവിടെ നിന്ന് തുടങ്ങണമെന്നും നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ എന്തു ചെയ്യും? അവിടെയാണ് 12 മാസത്തിനുള്ളിൽ ജീവിതം പുനരാരംഭിക്കുക എന്ന ആശയം പ്രസക്തമാകുന്നത്. ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയല്ല. മറിച്ച് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്ന ജീവിതം കെട്ടിപ്പടുക്കുന്നതിനായി ബോധപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയും കൃത്യമായ ഇടവേളകളിൽ സ്ഥിരതയോടെ പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു പ്രക്രിയയാണത്. റോമ സാമ്രാജ്യം ഒറ്റ ദിവസം കൊണ്ടല്ല പണിതത് എന്ന പഴഞ്ചൊല്ല് നമുക്കെല്ലാവർക്കും പരിചിതമാണ്. അത് തികച്ചും സത്യവുമാണ്. ഏതൊരു കാര്യമായ മാറ്റത്തിനും സമയവും പരിശ്രമവും അതുപോലെ അർപ്പണബോധവും ആവശ്യമാണ്. അതിനാൽ അടുത്ത 12 മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റങ്ങൾ വരുത്തുന്നതിനായി നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ചില പ്രായോഗിക നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനമായി വിജയം എന്താണെന്ന് നിങ്ങൾ പുനർനിർവചിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മൂല്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുയോജ്യമായ പുതിയ ലക്ഷ്യങ്ങൾ നിങ്ങൾ സ്ഥാപിച്ചെടുക്കണം. നിങ്ങളുടെ വളർച്ചയ്ക്കും ക്ഷേമത്തിനും സഹായിക്കുന്ന പുതിയ ശീലങ്ങളും ദിനചര്യകളും രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും മികച്ച വ്യക്തിത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുമായി നിങ്ങൾ ബന്ധം സ്ഥാപിക്കേണ്ടതുമുണ്ടാകാം. വലിയ ലക്ഷ്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ചെറിയ ലക്ഷ്യങ്ങളായി വിഭജിക്കുന്നത് പുരോഗതി നേടുന്നതിൽ നിർണായകവുമാണ്. അതുകൊണ്ട് അടുത്ത 12 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്താണ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായൊന്ന് ചിന്തിക്കുക. അല്പസമയം അതിനുവേണ്ടി ചെലവഴിക്കുക. ലക്ഷ്യം കണ്ടെത്തി കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങളെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുക. ഇത് ഒറ്റയടിക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടായി തോന്നാം. പക്ഷേ വിശ്വസിക്കുക, ഇതിന് അതിൻ്റേതായ മൂല്യമുണ്ട്. ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും ഓർക്കുക. ഓരോ ഘട്ടത്തിലും നിങ്ങളെ സഹായിക്കാൻ ആവശ്യമായ പിന്തുണയും സഹായവും ആവശ്യ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ജോലിയിലെ അതൃപ്തി മൂലം കഷ്ടപ്പെടുന്ന ഒരു ബാങ്ക് ജീവനക്കാരൻ വർഷങ്ങളായി ഒരേ ജോലിയിൽ തുടരുന്നതിൽ വിരസത അനുഭവിക്കുന്നു. യാത്ര ചെയ്യാനും ഫോട്ടോകൾ എടുക്കാനും അയാൾക്ക് വളരെയധികം ഇഷ്ടമാണ്. 12 മാസത്തിനുള്ളിൽ ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ ആകുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. അതിനായി അയാൾ ഓൺലൈൻ കോഴ്സുകൾക്ക് ചേരുന്നു, വൈകുന്നേരങ്ങളിൽ ഫോട്ടോഗ്രാഫി പരിശീലിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ തൻ്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നു. മറ്റൊരു ഉദാഹരണം നോക്കാം. ഒരു വീട്ടമ്മ അമിതവണ്ണം മൂലം പല ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുകയാണ്. അടുത്ത 12 മാസത്തിനുള്ളിൽ ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയിലേക്ക് മാറുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതിനായി അവർ ഒരു ഡയറ്റീഷ്യൻ്റെ സഹായം തേടുന്നു, ദിവസവും എക്സസൈസ് ചെയ്യുന്നു, ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരുന്നു, കൂടാതെ പോസിറ്റീവായ ചിന്താഗതി വളർത്തിയെടുക്കുന്നു. വേറൊരെണ്ണം പറഞ്ഞാൽ, ഒരു ദമ്പതികൾ വർഷങ്ങളായി പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അടുത്ത 12 മാസങ്ങൾക്കുള്ളിൽ തങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്.
അതിനായി അവർ ഒരു കൗൺസിലറെ സമീപിക്കുന്നു, പരസ്പരം കൂടുതൽ സമയം കണ്ടെത്തുന്നു, തുറന്ന് സംസാരിക്കുന്നു, വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു യുവാവ് തൻ്റെ കടബാധ്യതകൾ കാരണം സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. അടുത്ത 12 മാസത്തിനുള്ളിൽ സാമ്പത്തികമായി ഒരു സുരക്ഷിതാവസ്ഥ കൈവരിക്കുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. അതിനായി അയാൾ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിൻ്റെ സഹായം തേടുന്നു, കൃത്യമായ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുകയും അധിക വരുമാനം നേടാനുള്ള വഴികൾ ആലോചിക്കുകയും അതിനുവേണ്ടി പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു വിദ്യാർത്ഥിക്ക് പഠനത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അടുത്ത 12 മാസത്തിനുള്ളിൽ പഠന നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. അതിനായി അദ്ദേഹം കൃത്യമായ ഒരു പഠനക്രമം ഉണ്ടാക്കുന്നു, ഓരോ വിഷയത്തിനും മതിയായ സമയം നൽകുന്നു, സംശയങ്ങൾ അപ്പോൾ തന്നെ തീർക്കാൻ ശ്രമിക്കുന്നു. ഈ ഉദാഹരണങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ കൃത്യമായി പദ്ധതികൾ തയ്യാറാക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന സത്യമാണ്. എൻ്റെ സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാറ്റം എന്നത് എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന ഒന്നല്ല എന്നതാണ്. പലപ്പോഴും അത് സങ്കീർണവും ബുദ്ധിമുട്ടുള്ളതുമായിരിക്കും. പക്ഷേ ആത്യന്തികമായി അത് മൂല്യവത്തായിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ കുടുങ്ങിപ്പോയെന്നോ സ്തംഭനാവസ്ഥയിലാണെന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെന്ന് തിരിച്ചറിയുക. 12 മാസം കൊണ്ട് നിങ്ങളുടെ ജീവിതം പുനരാരംഭിക്കാനും നിങ്ങൾ ആരാണെന്നും എന്താണ് ആഗ്രഹിക്കുന്നതെന്നും ശരിക്കും പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും നിങ്ങൾക്ക് കഴിയും. അവസാനമായി ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വെല്ലുവിളി നൽകുകയാണ്. നിങ്ങളുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. അല്പസമയം നിങ്ങൾക്കായി ഒന്ന് മാറ്റിവെക്കുക. അടുത്ത 12 മാസത്തിനുള്ളിൽ നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കുക. അതിനായി നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വരുത്തേണ്ടത് എന്ന് ചിന്തിക്കുക. എന്തൊക്കെ ബോധപൂർവമായ തീരുമാനങ്ങളാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നും മനസ്സിൽ കുറിക്കുക. ഇതൊക്കെ ഒന്ന് കാര്യമായി സമയമെടുത്ത് ചിന്തിക്കുക. സാധ്യമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എന്നോട് പങ്കുവയ്ക്കുക. ഈ യാത്രയിൽ നമുക്ക് പരസ്പരം പിന്തുണയ്ക്കാം, പ്രചോദിപ്പിക്കാം. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രചോദനം നിലനിർത്താനും സഹായിക്കുന്ന കൂടുതൽ കാര്യങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഈ വീഡിയോ കണ്ടതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജീവിത മാറ്റത്തെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോ കാണാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.